ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി സൺഡേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളാണ് കൂട്ടുകാരെ. ഇന്ന് ഞാൻ പുറത്തൊന്നും പോയില്ല, നല്ല മഴയും എല്ലാം ഉള്ളത് കാരണം എങ്ങും പോയില്ല. വീട്ടിലെ ജോലികളും വീട്ടുകാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വീട്ടിൽ തന്നെ നിന്നു. ഇന്ന് കുറച്ച് ദിവസമായിട്ട് ഫ്രിഡ്ജിൽ കുറച്ച് ഈ മാങ്ങ, നാളൊരു മാവ് മുറിച്ചെന്ന് പറഞ്ഞില്ലേ കൂട്ടുകാരെ, അതിൻ്റെ മാങ്ങ കുറച്ചിരുന്നു. അതൊക്കെ എടുത്ത് അരിഞ്ഞ് മാങ്ങ അച്ചാറിട്ടു. ഇന്നത്തെ എൻ്റെ വീഡിയോ അതാണ്. ഞാൻ ഇപ്പോൾ വൈകുന്നേരത്ത് ഇപ്പോൾ സന്ധ്യയ്ക്ക് ഞാൻ കുളിച്ചിട്ട് അമ്പലത്തിൽ പോയി വിളക്കൊക്കെ കണ്ട് തൊഴുത് അവിടുന്ന് പായസമൊക്കെ കുടിച്ച് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ കടുമാങ്ങ അച്ചാർ ഇട്ടതാണ് എൻ്റെ ഇന്നത്തെ വിശേഷം. അപ്പോൾ അച്ചാർ എങ്ങനെയാണ്, എൻ്റെ രീതിയിൽ ഞാൻ എങ്ങനെയാണ് അച്ചാർ ഇടുന്നതെന്ന് എല്ലാ കൂട്ടുകാരെയും കാണിക്കാം. അങ്ങനെ വീട്ടുമുറ്റത്തെ മുറിച്ച മാവിലെ മാങ്ങയാണ് ഞാൻ ഇന്ന് മാങ്ങ അച്ചാറിടാനായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നാട്ടുമാവിലെ മാങ്ങയാണ്, ലാസ്റ്റത്തെ മാങ്ങ. അങ്ങനെ ഇത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ആദ്യമായിട്ട് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് നമുക്ക് ആവശ്യാനുസരണം മുളക് പൊടി ചേർക്കാം. ഞാൻ 2 സ്പൂണാണ് എടുത്തത്. അതിലേക്ക് ഉലുവാപ്പൊടി ആദ്യമേ വേണമെങ്കിൽ ചേർക്കാം. കായപ്പൊടി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് കായപ്പൊടി, ആവശ്യത്തിന് കായപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും പുരട്ടി വെച്ചിരിക്കുന്നു. കുറച്ച് സമയം അതിൽ പിടിക്കാനായിട്ട് നമുക്ക് വയ്ക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം. ഇത് വെളുത്തുള്ളി, വറ്റൽമുളക് 5-6 എണ്ണം വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുക് മാങ്ങ, അതിലെ കടുകാണല്ലോ ഇമ്പോർട്ടൻ്റ്, അതുകൊണ്ട് കടുക് കുറച്ച് കൂടുതൽ ചേർക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. അങ്ങനെ കടുക് ഇട്ടു. അത് പൊട്ടുന്ന സമയത്ത് അതിലേക്ക് ഞാൻ മുഴുവൻ ഉലുവയാണ് ഇടുന്നത്. കടുകിനോടൊപ്പം തന്നെ ഈ ഉലുവയും നല്ലതുപോലെ പൊട്ടും. ഉലുവാപ്പൊടി വേണമെങ്കിലും ചേർക്കാം, ഏതെങ്കിലും ഒന്ന് മതി. അങ്ങനെ ഞാൻ ആവശ്യത്തിന് ഉലുവ ചേർക്കുന്നു. ഇനി ഇത് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം. അങ്ങനെ അത് നല്ലതുപോലെ പൊട്ടി കഴിഞ്ഞപ്പോൾ അതിലേക്ക് വെളുത്തുള്ളി, വറ്റൽമുളക് ആഡ് ചെയ്തു. ഇനി ഇത് നമുക്ക് വഴറ്റാം. വെളുത്തുള്ളി നല്ല ചുവക്കുന്നത് വരെ നല്ലതുപോലെ വഴറ്റാം. അങ്ങനെ വെളുത്തുള്ളി ബാക്കിയെല്ലാം നല്ലതുപോലെ മൂത്തു. അതിലേക്ക് പുരട്ടി വെച്ചിരിക്കുന്ന മാങ്ങ ചേർക്കാം. എല്ലാം തട്ടിയിട്ടു. ഇനി അത് നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഡ്രൈ ആയിരിക്കണമെങ്കിൽ കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഈ അച്ചാർ ഡ്രൈ ആയിട്ടുള്ളതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിൽ അല്പം ലിക്വിഡ് രൂപത്തിൽ ഇത്തിരി ചാറ് വേണമെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ആഡ് ചെയ്ത്, മുളക് പൊടിയും അല്പം ഇട്ട് ആഡ് ചെയ്ത് അത് ആ ലിക്വിഡ് ഫോമിലാക്കാം. എനിക്ക് ഡ്രൈ ആയിട്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്, അവരവരുടെ ഇഷ്ടാനുസരണം. ഇങ്ങനെ ഇത് ഉടനെ എടുക്കാനാണെങ്കിൽ അല്പസമയം ഇളക്കി കൊടുക്കാം. കുറച്ച് ദിവസം കഴിഞ്ഞ് മാങ്ങ അച്ചാർ ഉപയോഗിക്കത്തുള്ളെങ്കിൽ പെട്ടെന്ന് നമുക്കങ്ങ് എടുക്കാം.
ഞാൻ നല്ലതുപോലെ ഇളക്കി കൊടുക്കുകയാണ്. എനിക്ക് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന അച്ചാറാണ് വേണ്ടത്. അങ്ങനെ നല്ല കിടിലം, കണ്ടാൽ തന്നെ നല്ല ലുക്കുള്ള നല്ല വെരി ടേസ്റ്റി മാങ്ങ അച്ചാറാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എല്ലാവരും കമൻ്റ് അറിയിക്കാൻ മറക്കരുത്. കൂടാതെ ഒരു ലൈക്കും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. അങ്ങനെ കൂട്ടുകാരെ, എൻ്റെ മാങ്ങ അച്ചാർ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും അവരവരുടേതായ സ്റ്റൈലിലും രീതിയിലുമാണ് മാങ്ങ അച്ചാറിടുന്നത്. എൻ്റെ മോനും എല്ലാവർക്കും ഞാനിടുന്ന അച്ചാർ ഇഷ്ടമാണ്. എനിക്ക് പല രീതിയിൽ നമുക്ക് ഈ മാങ്ങ അച്ചാറിടാം. എൻ്റെ സ്റ്റൈൽ ഇതാണ്. ഞങ്ങളുടെ വീട്ടിലൊക്കെ മുമ്പ് ഇടുന്നത് കണ്ടാണ് ഞാനിത് പഠിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പുതിയ കുക്കിംഗ് വീഡിയോയും അല്ലാത്ത വീഡിയോയും ഒരു ലൈവും ഒക്കെ ആയിട്ട് കുറച്ച് കഴിഞ്ഞ് കാണാം. ടാറ്റാ.